ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 44-ാം വചനങ്ങൾ ഇങ്ങനെ പറയുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ ഈ എഫാത്തയിലായിരിക്കുന്നത് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരമോ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് ദൈവ ഇഷ്ടപ്രകാരമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയം ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരികയും അവിടുത്തെ സ്വരം ശ്രവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നതിനും അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നത് കാത്തിരിക്കുന്നവരുമാണ്. അപ്പോൾ എല്ലാവരും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ അവർ എങ്ങനെ നമ്മളെ പറ്റി കരുതുമെന്നോ വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഉറക്കെ ദൈവത്തെ സ്തുതിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ മകനോ മകളോ എന്ന അധികാരത്തോടെ, അവകാശത്തോടെ, ഒരു പിതാവിനോട് ചോദിക്കുന്ന അവകാശത്തോടെ നമുക്ക് അവിടുത്തെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കാം. എല്ലാവരും ഉറക്കെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, നാം ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്നുവെന്ന്. സ്നേഹസ്വരൂപനായ ആ ദൈവത്തെ നമുക്ക് ഒന്നു ചേർന്ന് ഗായക സംഘത്തോടൊപ്പം പാടിയും കൈയടിച്ചും ദാവീദിനെ പോലെ നൃത്തമാടിയും ഉറക്കെ സ്തുതിച്ച് ആരാധിക്കാം. എല്ലാവരും ഉറക്കെ ഗായക സംഘത്തോടും പാടിയിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഉറക്കെ കൈയടിക്കും. ഒരേ താളത്തിൽ ഒന്നിച്ച് കൈയടിച്ച് പാട്ട് പാടട്ടെ. അത് ദൈവത്തിൽ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ എന്ന് നാം തിരിച്ചറിയാം സഹോദരങ്ങളെ. അവനിൽ ആനന്ദിക്കുവാനായിട്ട് എല്ലാവരും ഉറക്കെ പാടട്ടെ, ഉറക്കെ കൈയടിച്ച് സന്തോഷിച്ച്. യെരമ്യാ 33 മുതൽ പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതുപോലെ ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ഉറപ്പോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക എന്ന്. നമ്മൾ ഒന്നിച്ച് വീണ്ടും നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. എല്ലാവരും ഒരേ താളത്തിൽ കൈയടിച്ച് ഉറക്കെ പാടട്ടെ എല്ലാവരും. ദൈവം നമുക്ക് അതിരങ്ങൾ തന്നിരിക്കുന്നത്
തീരെന്നും എനിക്കഭയം, നിന്നിൽ മാത്രം എനിക്കെന്നും ആശ്രയം, നിന്നിലാണെന്നും എനിക്കാനന്ദം, നിന്നിലാണെന്നും എന്റെ ആനന്ദം. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി ആരാധന. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി ആരാധന. അതെ, നമ്മളിപ്പോൾ കേട്ടു എൻ്റെ അതിരെ നിന്നെ പാടി സ്തുതിക്കുമെന്ന്. നമുക്ക് ഭക്ഷണം കഴിക്കുവാനോ മറ്റുള്ളവരോട് സംസാരിക്കുവാനോ മാത്രമല്ല ദൈവം നമുക്ക് അതിരങ്ങൾ തന്നിരിക്കുന്നത്. ആ അതിരങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കണം എപ്പോഴും. ഇപ്പോൾ നമ്മൾ ചാണ്ടിയച്ഛൻ നമ്മളോട് പറഞ്ഞതുപോലെ ഏത് സമയം എല്ലാ സമയം പ്രാർത്ഥിക്കാൻ, എപ്പോഴും അവിടുത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ. അതുപോലെ നമുക്ക് കൈകൾ തന്നിരിക്കുന്നത് ജോലികൾ ചെയ്യുവാൻ മാത്രമല്ല, കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാനും കൂടി വേണ്ടിയാണ്. എല്ലാവരും കൈകൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നു, പൗലോസും സീലാസും കാരാഗൃഹത്തിൽ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു എന്ന്. ആ സമയം അവരുടെ കൈകാലുകളിലെ ചങ്ങലുകൾ അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലവിധത്തിലുള്ള ചങ്ങലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. പലവിധ പാപങ്ങൾ, ദുശീലങ്ങൾ, കോപം, ക്ഷമയില്ലാത്ത അവസ്ഥ, മക്കളെ പ്രതിയുള്ള ആശങ്കകൾ, കടബാധ്യത, അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ, മക്കളില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥകളൊക്കെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ ചങ്ങലുകളെല്ലാം കെട്ടഴിഞ്ഞ് വീണ് നമുക്ക് അവയിൽ നിന്നെല്ലാം ദൈവം നമുക്ക് വിടുതൽ തരുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ച് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 നമുക്ക് കായിക സംഘത്തോടൊപ്പം വീണ്ടും പാടി സ്തുതിക്കാം. എല്ലാവരും കൈകൾ ഉറച്ചയടിക്കുക. നിന്റെ വീരത്തുമ്പിൽ ഞാൻ പിടിക്കും, നിന്റെ കൂടെ എന്നും ഞാൻ നടക്കും. ചേർന്ന് പാടുക. നിന്റെ കൂടാരത്തിൽ ഞാൻ വസിക്കും, നിന്റെ കൂടാരത്തിൽ ഞാൻ വസിക്കും. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി ആരാധന. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി ആരാധന. നിന്റെ നാമത്തിലെന്നും എനിക്കഭയം, നിന്നിൽ മാത്രം എനിക്കെന്നും ആശ്രയം, നിന്നിലാണെന്നും എനിക്കാനന്ദം, നിന്നിലാണെന്നും എന്റെ ആനന്ദം. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി ആരാധന. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി ആരാധന. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി ആരാധന. തുമ്പൊന്ന് നീട്ടിക്കൊടുക്കാനായിട്ട് ദൈവമായ പിതാവ് നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ വിരലൊന്ന് നീട്ടിക്കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ കൈവിരൽ തുമ്പുകളിൽ പിടിച്ചു നടത്തും. അവനെന്നും നമ്മോട് കൂടി ഉണ്ടായിരിക്കും. വചനത്തിൽ പറയുന്നു, മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, മറിച്ച് നമ്മൾ ജീവനോടെ ഇരിക്കുന്നവർ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാത്രമാണ് ഇപ്പോൾ അവസരം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മാലാഖ വൃന്ദത്തോടും വിശുദ്ധരോടും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള അവസരം. അത് നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. ദൈവത്തെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം
നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ഇനിയും നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ ഉറക്കെ സ്തുതിച്ച് ആരാധിച്ച് മേഘങ്ങളോളം നമ്മുടെ ഉയർച്ച, നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ സ്തുതികൾ എത്തുന്നതിനായി വീണ്ടും നമുക്ക് കൈകൾ ഉയർത്തി ഉറക്കെ ദൈവത്തിന്റെ സന്തോഷമാകുന്നവരെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞുകൊണ്ട് കായിക സംഘത്തോടൊപ്പം ആടിയും പാടിയും നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഉറക്കെ എല്ലാവരും കൈയടിച്ച് പാടട്ടെ. കൈയടിച്ച് ദൈവത്തെ വാഴ്ത്തപ്പെട്ട് എല്ലാവരും ഉറക്കെ പാടട്ടെ. ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. പരിശുദ്ധമാതാവും സ്തുതിച്ചാത്മാവാൽ നിറഞ്ഞ പോലെ, അപ്പസ്തോലന്മാരും പരിശുദ്ധമാതാം സ്തുതിച്ചാത്മാവാൽ നിറഞ്ഞ പോലെ, ആത്മാവാൽ മുദ്രിതരാവാൻ ആനന്ദത്താൽ സ്തുതിച്ചു പാടാം. ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ